ഇന്ന് ഇതാ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ അതാ ബിജേട്ടനും സുനിയേട്ടനും കൂടെ അടുക്കളയിലത്തെ മേശ പൊട്ടിക്കുകയാണ്. ഇത് ഞങ്ങളെ പണ്ടത്തെ അടുക്കളയായിരുന്നു. അപ്പോൾ ഈ ഒരു മേശയും പിന്നെ അവിടെയുള്ള അടുപ്പൊക്കെ പൊളിക്കുകയാണെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇട്ട ടേബിൾ ഇവിടെ കൊണ്ടുവന്നിടാം. അപ്പോൾ അതിനനുസരിച്ച് കസാരയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെക്കാം. ഇനി ഈ മേശ ഫുള്ള് ഒരു കൈ കൊണ്ട് തന്നെ അടിച്ച് പൊട്ടിച്ചതാണ് കേട്ടോ. പക്ഷേ ഈ അടുപ്പിൻ്റെ ആ സൈഡ് പൊട്ടിക്കണ അത്ര ഈസി അല്ല. അപ്പോൾ ഒരു മിഷൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അതാ ഒരു ചായ അടിക്കണ നേരം നോക്കിയിട്ട് ആദവും നവലും ഫുള്ള് പണിയാണ് കേട്ടോ അടിച്ച് പൊട്ടിക്കണേ. അങ്ങനെ അതാ ഫുള്ള് സാധനങ്ങളും ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്ന് നിരത്തി വലിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അവരെല്ലാവരും ഇങ്ങനെ അടിച്ച് പൊട്ടിക്കണ കാണുമ്പോൾ എനിക്കൊരു പൂതി അങ്ങനെ ഒന്ന് പോയി പൊട്ടിക്കാൻ നോക്കിയതാണ്. പക്ഷെ എൻ്റെ ആരോഗ്യം വെച്ച് ഇത് നടക്കൂലെന്ന് തോന്നിയപ്പോൾ അതവിടെ വെച്ച്. പിന്നെ ഒരു ഇരുടായപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ വന്നിട്ട് മിഷൻ വെച്ചിട്ട് പൊട്ടിക്കണം, അതേ നടക്കൂ. പിന്നെ അതാ പൊടി ഫുള്ള് പാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാണല്ലോ ടാസ്ക്, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരാളെ പണിയുണ്ട്. അങ്ങനെ അതാ ഞാനും അമ്മയും ആദവും നവലും കൂടിയാണ് കേട്ടോ അത് എടുത്തിടാൻ നിൽക്കുന്നത്. പിന്നെ അതാ കല്ലും പിന്നെ ടൈൽസിൻ്റെ കഷ്ണം എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വലിയ വലിയ കഷ്ണം നോക്കി ചാക്കിലാക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ അത് അതുപോലെ വാരി വെച്ച് വാരി കൊട്ടയിലിട്ട് ഞങ്ങൾ പുറത്തുകൊണ്ടുപോയി ഇട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഒരു സൈഡ് എങ്ങനെയൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഫുള്ളാക്കാൻ ഞങ്ങളെ കൊണ്ടാവുന്നില്ലായിരുന്നു. പിന്നെ അതങ്ങനെ ഫുള്ള് ചാക്കിലാക്കി വെച്ചു. ഇനിയിപ്പോൾ അത് നാളെ കൊണ്ടുപോയി പുറത്തിടാനേ ഉള്ളൂ. പിന്നെ ഒരു സൈഡും കൂടി ഉണ്ട് വൃത്തിയാക്കാൻ. അങ്ങനെ അതാ നേരെ പോയി കുളിച്ച്. അമ്മയ്ക്ക് നാളെ അമ്പലത്തിൽ പരിപാടി ഉള്ളതുകൊണ്ട് അമ്മ അതിൻ്റെ പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് അച്ഛൻ ഞങ്ങൾക്ക് മന്തി ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പണിയെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ വേഗം ഇലയിലാക്കി സെറ്റാക്കി വെച്ച് പിന്നെ ആദവിന് അത് എങ്ങനെയെങ്കിലും നകത്താക്കിയാൽ മതി എന്നാണ് കേട്ടോ. ആദവ് നല്ല എനിക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ മൂന്നാളും കൂടെ വേഗം മന്തിയൊക്കെ തിന്ന് പിന്നെ അമ്മയ്ക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കനും പിന്നെ കുറച്ച് റൈസും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്നാണ് കേട്ടോ തിന്നല്. അതാവുമ്പോൾ പ്ലേറ്റും കേക്ക് വെക്കാനുണ്ടാവില്ല. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് തിന്നണതും ഒരു രസമാണല്ലോ. അങ്ങനെ അതാ ഞങ്ങൾ വേഗം മന്തിയൊക്കെ തിന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.